ശരിക്കും എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കണ്ണവം ഫോറസ്റ്റിലാണ് നമ്മളിത് ഷൂട്ട് ചെയ്തത്. ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആരാണ് മാത്തനെ കൊല്ലുന്നത് എന്നുള്ള കാര്യത്തിൽ ഒരു ഡിസ്കഷനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഷൂട്ടിൻ്റെ അന്ന് രാവിലെയോ അതിൻ്റെ തലേദിവസം രാത്രിയൊക്കെയാണ് അത് തീരുമാനിക്കുന്നത്, അത് കൊല്ലുന്നത്, ഷൂട്ട് ചെയ്യുന്നത്. ഈ ജയകുമാർ എന്ന് പറഞ്ഞിട്ടുള്ള അദ്ദേഹത്തിൻ്റെ ക്യാരക്ടറാണ്. അതായത് മറ്റേ ഇളവർ സാർ എൻ്റെ യുവർ എ ഫുൾ മാത്രം എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ വെടിവെച്ച് കൊല്ലും, ഇങ്ങനെയൊക്കെ വേണമെങ്കിൽ വെടിവെച്ച് കൊല്ലാം. കാര്യം എന്താ വെച്ചാൽ അങ്ങേർക്ക് ഒന്ന് സ്ത്രീകളോട് ഇഷ്ടമില്ല, ഇവനെ പ്രതിയാണ്, കൊല്ലാനുള്ള എല്ലാ കാരണങ്ങളും ഉണ്ട്. രണ്ടാമത് ഹരീഷ് ഉത്തമൻ, പുള്ളി ചെയ്യുന്ന ക്യാരക്ടറിന് എന്നോടൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്. അപ്പോൾ ഇയാള് അപ്പു ആണ് മാത്തനെ ഒറ്റിയതെന്ന് പറയരുത് എന്ന് സീനിയർ ഓഫീസറിനോട് റിക്വസ്റ്റ് ചെയ്യുന്നതാണ്. சரி, அவன் அந்த பொண்ணை உண்மையா லவ் பண்றான். சரி, அந்த பொண்ணுக்கு இவன் கொலைகாரங்கிறது தெரியாது. அந்த பொண்ணு பொசிஷன்ல நான் இருந்திருந்தா கூட ஒருவேளை நானும் சொல்லியிருப்பேன். അത് പറയാൻ പോകുന്നത് കണ്ടിട്ട് വേണമെങ്കിൽ ഹരീഷ് ഉത്തമൻ ചെയ്യുന്ന ഹരീഷേട്ടൻ്റെ ക്യാരക്ടറിന് വെടിവെച്ച് കൊല്ലാം. അതായത് അതിന് വേറൊരു അർത്ഥം വരും. അതായത് അവൻ അത് അറിയാണ്ട് സമാധാനത്തിൽ മരിച്ചോട്ടെ എന്നുള്ള. രണ്ടുപേരും എന്തെങ്കിലും ഒരു ഐഡിയ, അവരുടെ ഐഡിയോളജി, അതായത് ഒരാള് ഭാര്യ നഷ്ടപ്പെട്ട ആളാണ്. உன்ன மாதிரி எனக்கு ஒரு பேட் லவ் ஸ்டோரி உண்டு. கல்யாணம் ஆகி 3 வருஷம் கழிச்சு என் ஒய்ஃப் ஐ எம் சாரி உங்களோட வாழ பிடிக்கல, நான் எக்ஸ் பாய் ஃப்ரெண்டோட வாழ போறேன்னு ஒரு சின்ன பீஸ் ஆஃப் பேப்பர் எழுതി വെച്ചിട്ട് പോയിട്ടാ. ഒരാള് റീസെന്റ് മാരീഡ് ആയിട്ടുള്ള ആളാണ്. അപ്പൊ അതുകൊണ്ടാണ് ഇവർ രണ്ട് രീതിയിൽ ചിന്തിക്കുന്നത്. പക്ഷെ അടുക്കുള്ള മറ്റേ ശരിക്കും വെടിവെച്ച് കൊല്ലുന്ന പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് ഇങ്ങനത്തെ ഒരു ബയാസും ഇല്ല. അയാളുടെ ചിന്ത ഒറ്റേ ഉള്ളൂ. അതായത് ഇയാളുടെ കൂട്ടത്തിലുള്ള ഒരു പോലീസുകാരനെ കൊന്നവനാണ്, അവനെ എൻകൗണ്ടർ ചെയ്യാനാണ് വന്നേക്കുന്നത്, അവനെ കൊല്ലുക. ഇതാണ് സിനിമയിൽ ആക്ച്വലി വന്നത്. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാണ് സാർ. ഇതും ഈ 3 ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഈ 3 ഓപ്ഷൻ ഭയങ്കര കൺഫ്യൂസിംഗ് ആയിരുന്നു. കാര്യം 3 നല്ലതായിരുന്നു.